സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് ധരിപ്പിച്ച് ലോട്ടറി വിൽപ്പനക്കാരനിൽ നിന്ന് പണം തട്ടി യുവാവ് കടന്നു. പത്തനംതിട്ട അഴൂരിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ശാരീരിക അവശതകളുള്ള രാധാകൃഷ്ണനാണ് കബളിപ്പിക്കപ്പെട്ടത്. തട്ടിപ്പ് മനസ്സിലായതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകി. പക്ഷാഘാതത്തെ തുടർന്ന് കാലുകളുടെ ചലനശേഷി ഭാഗികമായി നഷ്ടപ്പെട്ടയാളാണ് രാധാകൃഷ്ണൻ. ശാരീരിക അവശതകൾക്കിടയിലും കുടുംബം പുലർത്താനായി ലോട്ടറി കച്ചവടം നടത്തിവന്ന ഈ മനുഷ്യനെയാണ് ലോട്ടറിയിൽ കൃത്രിമം കാണിച്ച് കബളിപ്പിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച നറുക്കെടുത്ത ഭാഗ്യധാരയിൽ 5000 രൂപയുടെ സമ്മാനം ലഭിച്ചു എന്ന് അവകാശപ്പെട്ടാണ് യുവാവ് എത്തിയത്. BL 338764 എന്ന സംഖ്യയായിരുന്നു ഭാഗ്യക്കുറിയിൽ രേഖപ്പെടുത്തിയിരുന്നത്. തുടർന്ന് രാധാകൃഷ്ണൻ പണം കടം വാങ്ങി യുവാവിന് നൽകുകയായിരുന്നു. എന്നാൽ പിന്നീട് സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് കരുതി പണം മാറിയെടുക്കാൻ ഏജന്റിനെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ആളൊന്നും അത് തന്നെയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ബാക്കി പൈസയും വാങ്ങിച്ചിട്ട് 5000 രൂപ ടിക്കറ്റ് അടിച്ചാൽ തന്നു. തിന്നു കഴിഞ്ഞപ്പോഴാണ് ഉള്ള ടിക്കറ്റ് മനസ്സിലായത്. നമ്പർ തിരുത്തിക്കൊണ്ട് പിന്നെ കടയിൽ കൊണ്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് പറ്റിയപ്പോൾ മനസ്സിലായത്. ആ ബെമ്പറിൻ്റെ ടിക്കറ്റ് വിറ്റായിരുന്നു. അതും ആ പൈസ എല്ലാവരുടെ കടം വാങ്ങിച്ചാണ് ഉള്ളത്. ഭാഗ്യക്കുറിയിൽ രേഖപ്പെടുത്തിയിരുന്നതിൽ 5 എന്ന അക്കം പെൻസിൽ കൊണ്ട് 8 എന്ന് മാറ്റി എഴുതിയായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് പത്തനംതിട്ട പോലീസ് സമീപത്തെ കെട്ടിടത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല. പണം കടം വാങ്ങി നൽകി കബളിപ്പിക്കപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ. പ്രതിയെ എത്രയും വേഗം പിടികൂടണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.